ഹലോ, ഇന്ന് തറവാട്ടിലെ പാമ്പുംകാവിലെ പൂജയാണ് കേട്ടോ ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന തറവാട്. എൻ്റെ എംകോം വരെയുള്ള ജീവിതം ഇവിടെയായിരുന്നു. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ഈ തറവാട്. എപ്പോൾ ഇവിടെ വന്നാലും പഴയകാല ഓർമ്മകളാണ് കേട്ടോ മനസ്സിലേക്ക്. ഒരുപാട് ബാല്യകാല ഓർമ്മകൾ നിറഞ്ഞ വീട്. വർഷത്തിലൊരിക്കലാണ് പാമ്പുംകാവിൽ പൂജ നടത്താറ്. ഇവിടെ ഒരുപാട് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വെട്ടി ക്ലീൻ ആക്കുകയാണ്. തറവാടിലെ 3 സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ പൂജ നടക്കുന്നത്. ഇത്തരത്തിൽ പൂജകളെല്ലാം കൊണ്ടാടുന്നത് കൊണ്ടാവാം കാവുകളെല്ലാം ഇന്നും നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെയും പൂജ ആരംഭിച്ചു. സർപ്പദോഷങ്ങളൊന്നും വരാതിരിക്കാനാണ് കേട്ടോ പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത്. എല്ലാം ഒരു വിശ്വാസം. അവില്, മലര്, ശർക്കര, പഴം, ഉണങ്ങലരി, തേങ്ങയൊക്കെയാണ് കേട്ടോ പ്രധാനമായിട്ടും പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട് അടുത്തതായി ചെയ്ത പൂജ അവിടുത്തെ രക്ഷസുന്ദരയുടെ മുകളിലാണ് കേട്ടോ. അവിടെ പാൽപായസമാണ് പ്രധാന നിവേദ്യം. എല്ലാ വർഷവും ശിവരാത്രിയുടെ മുന്നെയാണ് കേട്ടോ ഈ പൂജ നടത്താറ്. ഏകദേശം 3 മണിക്കൂറോളം സമയമെടുത്തു കേട്ടോ പൂജ ചെയ്യാൻ. ഇതാണ് അവിടുത്തെ പ്രധാന കാവ്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയൊരു കാവാണ് കേട്ടോ. സാധാരണ പല വീടുകളിലും കാലങ്ങളായി സംരക്ഷിച്ചു വരുന്ന വലിയ വലിയ കാവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.